കോഴിക്കോട് തടമ്പാട്ടു താഴത്ത് വയോധികരായ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രമോദ് മരിച്ച നിലയിൽ. തലശ്ശേരി കുയാഴിപ്പുഴയുടെ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് സംശയം. ശനിയാഴ്ച രാവിലെയാണ് സഹോദരിമാരായ ശ്രീജയ, പുഷ്പലളിത എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ രണ്ട് വയോധികരായ സഹോദരിമാരെയും കൊലപ്പെടുത്തിയ ശേഷം സഹോദരൻ പ്രമോദിനെ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സഹോദരിമാരെ ഇയാൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായതുമാണ്. എന്തായിരുന്നു ഈ സഹോദരിമാർ ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ ഈ സഹോദരൻ കൊലപ്പെടുത്താനുള്ള കാരണം? അതിനുശേഷം പ്രമോദ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ടോം, അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് തടമ്പാട്ട് താഴത്ത് കഴിഞ്ഞ ദിവസം നടന്നത്. ഈ രണ്ട് വയോധികരായ സഹോദരിമാരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രണ്ടുപേരെയും വെള്ള പുതപ്പിച്ച് പൊതുദർശനത്തിനൊക്കെ പര്യാപ്തമായ രീതിയിൽ തന്നെ കിടത്തിയിരിക്കുന്ന കാഴ്ച കാണുകയും ചെയ്തു. ഇവരുടെ സഹോദരനായ പ്രമോദ് അടുത്ത ബന്ധുവിനെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്നത്. ഇതേ തുടർന്ന് ബന്ധു അവിടെ എത്തി നോക്കുമ്പോൾ പുറത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല. തുടർന്ന് അയൽവാസികളോട് ഇക്കാര്യം പറഞ്ഞ ശേഷം വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് സഹോദരിമാരെയും രണ്ട് മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടുപേരെയും കട്ടിലിൽ വെള്ളയൊക്കെ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ബന്ധു തന്നെ ആദ്യം ഈ സഹോദരൻ പ്രമോദിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമാവുകയുണ്ടായില്ല. അയൽവാസികളും അദ്ദേഹത്തെ ബന്ധപ്പെട്ടെങ്കിലും വ്യക്തമായില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെ വരുന്നു. പിന്നീട് പോലീസിൽ വിവരമറിയിച്ച് പോലീസ് വന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു. ഇതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കഴുത്ത് ഞെരിച്ചാണ് രണ്ടുപേരെയും കൊന്നത് എന്ന വിവരം പോലീസിന് ലഭിച്ചത്. പോലീസും ഈ പ്രമോദിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനൊക്കെ അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയിൽ ഏറ്റവും ഒടുവിൽ ഫറൂഖിലായിരുന്നു ഈ ടവർ ലൊക്കേഷൻ ലഭിച്ചത്. അതിനുശേഷം ഈ പ്രമോദിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ലഭ്യമല്ല. ഫോൺ പൂർണ്ണ സമയവും സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലുമായിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ പ്രതിക്കായുള്ള ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കി. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ സംബന്ധിച്ച നിർദ്ദേശം നൽകി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി മേഖലകൾ അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഈ തലശ്ശേരിയിലെ ബീച്ച് പരിസരത്തുള്ള ഒരു പുഴയുടെ തീരത്തായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം കരക്കടിഞ്ഞത്. ആദ്യം ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ പോലീസിന് ലഭിച്ച ലുക്കൌട്ട് നോട്ടീസിലെ ഫോട്ടോകളും മറ്റുമൊക്കെ കണ്ടപ്പോഴാണ് ഇക്കാര്യത്തിൽ പ്രമോദാണ് എന്നൊരു സംശയം വന്നത്. എന്തായാലും ഇപ്പോഴും കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കൃത്യമായ അടയാളങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വെച്ച് ഈ മൃതദേഹമായി ഒത്തുനോക്കിയ ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാവാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായി തന്നെ ഇത് പ്രമോദാണ് എന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് തങ്ങൾക്ക് നൽകാൻ കഴിയുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും പോലീസിൻ്റെ ഇപ്പോഴുള്ള അന്വേഷണം എന്തിനാണ് ഇത്തരമൊരു കൊടും ക്രൂരകൃത്യം പ്രമോദ് ചെയ്തത്? പ്രമോദ് സഹോദരിമാരുമായി വളരെ സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ 3 വർഷമായി അവർ ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നതും. 3 പേരും അവിവാഹിതരായിരുന്നു താനും. പക്ഷേ ഈ പ്രമോദിന് ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് അയൽവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ തൻ്റെ അനാരോഗ്യം ഒരു വലിയ ഗുരുതരാവസ്ഥയിലേക്ക് മാറിയാൽ അനീഷ് പല രീതിയിലുള്ള സംശയങ്ങൾ വരുന്നു. അനീഷ് സൂചിപ്പിച്ചതുപോലെ 3 അവിവാഹിതരായ സഹോദരങ്ങൾ, അതും അയോധ്യക്കാർ. ഇതിൽ ഈ പോലീസിനോട് നാട്ടുകാർ പറഞ്ഞ വിവരം, ഒരിക്കൽ പ്രമോദ് ഈ അടുത്തിടെ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, സഹോദരിമാരെ നോക്കാൻ വയ്യ, മടുത്തു. അതിൽ ഈ പ്രമോദാണ് ഈ 2 പേരെയും പ്രായാധിക്യം കാരണം മറ്റു രോഗങ്ങൾ അലട്ടുന്ന 2 സഹോദരിമാരെയും നോക്കിയിരുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം, അതിൻ്റെ ഒരു അവരെ നോക്കി മടുത്തത് കാരണം ഇരുവരെയും കൊലപ്പെടുത്തിയതാകാം എന്ന് പോലീസും സംശയിക്കുന്നുണ്ട്. അത് നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു സംശയമുള്ളത്? അതോ മറ്റേ ആത്മഹത്യക്കുറിപ്പോ അതല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് ശേഷം പ്രമോദ് മറ്റെന്തെങ്കിലും കുറിപ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? അതോ ഈ നാട്ടുകാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്?
അത്തരമൊരു ആത്മഹത്യാക്കുറിപ്പൊന്നും കൊണ്ട് കിട്ടിയതായി പോലീസ് പറഞ്ഞിട്ടില്ല. വെള്ളത്തിൽ ചാടി മരിക്കുകയാണ് ഉണ്ടായത്. സ്വയം ജീവൻ ഒടുക്കിയെന്ന് തന്നെയാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. അതിനുശേഷം മൃതശരീരം കരയ്ക്ക്, ഈ ബീച്ചിനോട് ചേർന്നുള്ള ഒരു പുഴയുടെ കരയ്ക്ക് അടിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പടക്കം ലഭിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസ് പറഞ്ഞിട്ടില്ല. വീട്ടിലും വളരെ ഊർജിതമായൊരു തെരച്ചിൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. കാരണം ഇവരെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സംബന്ധിച്ച എന്തെങ്കിലും ആത്മഹത്യാക്കുറിപ്പോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പോലീസിന് കൃത്യമായ അത്തരമൊരു വിവരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ബന്ധുക്കളും ഈ അയൽവാസികളായ ആളുകളും നൽകുന്ന ഒരു വിവരത്തിൽ നിന്നാണ് ഈ വയോധികരായ സഹോദരിമാരെ നോക്കി അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ച് മടുത്തു എന്ന രീതിയിലേക്ക് പ്രമോദിന്റെ ഒരു പെരുമാറ്റം എത്തിയിരുന്നതായി വ്യക്തമാക്കുന്നു. ഒപ്പം ഈ സാമ്പത്തികമായ കുറച്ച് പരാധീനതകളിലുമൊക്കെ ഇയാൾ അകപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇവരെ ആയി മുന്നോട്ടുള്ള പോക്ക് അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു എന്ന ഒരു തരത്തിലേക്ക് തന്നെ പ്രമോദ് എത്തിയിരുന്നു. അതുകൊണ്ടാവാം ഇരുവരെയും വകവരുത്തിയത്. എന്തായാലും അതിനുശേഷം സ്വയം മരണം തിരഞ്ഞെടുക്കുക എന്നത് തന്നെ ആവാം പ്രമോദിന്റെ മുന്നിലുണ്ടായിരുന്ന വഴി. പക്ഷേ എന്തുകൊണ്ട് വീട്ടിൽ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല, അല്ലെങ്കിൽ വീടിന് സമീപത്ത് ആത്മഹത്യ ചെയ്തില്ല, അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ കൈക്കൊള്ളില്ല എന്ന ചോദ്യമൊക്കെ പ്രസക്തമാവുന്നുണ്ട്. പക്ഷേ അതിലൊക്കെയുള്ള വ്യക്തത ഇനിയും പോലീസിന്റെ അന്വേഷണത്തിൽ ഒരുപക്ഷെ വന്നേക്കാം. മറ്റ് കാര്യങ്ങൾ ഈ കൃത്യത്തിലേക്ക് നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഈ പ്രമോദിന്റെ മരണം കൂടി പൂർത്തിയാകുമ്പോൾ പോലീസിന് ഉള്ളത്. ഒന്നെങ്കിൽ ഈ ഇരുവരെയും നോക്കി മടുത്ത് അതുകൊണ്ട് ഇനി തനിക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ ഗുരുതരമായ അസുഖങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലുമൊക്കെ കടന്നു പോകുന്ന ആളാണ് പ്രമോദ്. അതുകൊണ്ട് തനിക്കെന്തെങ്കിലും പറ്റിയാൽ, തനിക്കെന്തെങ്കിലും ഗുരുതരമായ ഒരു അസുഖത്തിൻ്റെ ഇതേ തുടർന്ന് കിടപ്പിലായാൽ ഒരുപക്ഷെ ഈ സഹോദരിമാരെ നോക്കാൻ ആളുണ്ടാവില്ല, അവരുടെ ഒരു പരിചരണം ദുഷ്കരമാവും എന്നൊരു തിരിച്ചറിവിലായിരിക്കും. ഈ രണ്ട് വാദഗതികളിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഊന്നി നിൽക്കുന്നത്. മറിച്ച് എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തി വരികയാണ്. യെസ്, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകി. അനീഷ് സൂചിപ്പിച്ചതിലേറെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. വയോധികരായ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം സഹോദരൻ ജീവനൊടുക്കിയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടിയാണ് പ്രമോദ് ബന്ധുവിനോട് സഹോദരി മരിച്ചിട്ടുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നത്. രാവിലെ 8 മണിയോടെ ബന്ധുക്കൾ എത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ ചാരിയിട്ട നിലയിലായിരുന്നു. തുറന്നു നോക്കിയപ്പോഴാണ് 2 മുറികളിലായി 2 സഹോദരിമാർ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അതിനുശേഷം പ്രമോദിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. പിന്നീട് ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള പ്രമോദിന് വേണ്ടി, സഹോദരന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വരികയായിരുന്നു. അതിനിടെയാണ് ഇയാളെ മരിച്ച നിലയിൽ, ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു.